മിന്നൽ പ്രളയത്തിൽ ശ്മശാന ഭൂമിയായി മാറിയിരിക്കുകയാണ് നേപ്പാളിലെ ദേവിഘാട്ട് ഗ്രാമം. ഗ്രാമത്തിലുണ്ടായിരുന്ന ഭൂരിഭാഗം വീടുകളും കടകളും തകർന്നു. ബഹുനില കെട്ടിടങ്ങളുടെ മുകളിൽ മിന്നൽ പ്രളയത്തിന്റെ അടയാളങ്ങൾ കാണാൻ കഴിയും. എത്ര പേരാണ് ഈ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നതെന്നോ എത്ര പേർ മരിച്ചുവെന്നോ നേപ്പാൾ സർക്കാരിന് ഒരു വിവരവുമില്ല. ദേവിഘാട്ടിൽ റിപ്പോർട്ടർ സംഘം എത്തിയിട്ടുണ്ട്. തയ്യാറാക്കി റിപ്പോർട്ട് കാണാം. നേപ്പാളിൽ പ്രളയമുണ്ടായ റസുവയ്ക്കടുത്ത് ദേവിഘാട്ട് എന്ന് പറയുന്ന മേഖലയിലാണ് റിപ്പോർട്ടർ സംഘം ഉള്ളത്. ഇവിടെയുള്ള വീടുകളുടെ സ്ഥിതി കണ്ടാൽ ആകെ സങ്കടപ്പെടുത്തുന്ന കാഴ്ചയാണ്. ഇത് ശരിക്കു പറഞ്ഞാൽ ഇത് ആദ്യത്തെ നിലയാണ് മുകളിലേതെന്ന് സംശയിച്ചു പോകും. പക്ഷേ ഇത് ഒന്നാമത്തെ നിലയാണ്. ഇവിടേക്ക് മുഴുവൻ ചെളിവെള്ളം കയറിയിരിക്കുന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച. രണ്ടാമത്തെ നിലയിലേക്കും അതിനു മുകളിലേക്കും വരെ വെള്ളം കയറിയിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരു തടിക്കഷ്ണം അവിടെ കിടക്കുന്നത് കാണാം. മുകളിൽ തന്നെ, അതായത് മൂന്നാമത്തെ നിലയിലേക്ക് വരെ ഈ രൂപത്തിൽ കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കൂടി കാണിച്ചു കൊടുത്താൽ, ക്യാമറമാൻ അതുൽ ചന്ദ്രൻ പകർത്തുന്ന ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്താൽ നമുക്ക് മനസ്സിലാകും എത്രമാത്രം ഭീകരമായിരുന്നു ഇവിടുത്തെ സ്ഥിതി എന്നുള്ളത്. തുടർ പ്രളയങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് നൽകുന്ന മുന്നറിയിപ്പ്. ഇവിടെയാകട്ടെ, ഇവിടെയുണ്ടായിരുന്ന ഫർണിച്ചറുകളും കസേരകളും ഒക്കെ പുറത്തേക്ക് വന്നിരിക്കുന്നു. ഈ രണ്ടാമത്തെ നിലയിലാകെ ചളി കയറി കിടക്കുന്നതാണ് ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ഇപ്പോഴും പ്രതിസന്ധിയാണ്. നമ്മളിപ്പോൾ നിൽക്കുമ്പോൾ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഇത് കാണുമ്പോൾ മനസ്സിലാകും ഇത് ഒന്നാമത്തെ നില ഇവിടെയാണ്. അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ നിലയാണ് ഈ കാണുന്നത്. ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞാൽ ഇത് പിന്നീടുള്ള ഫസ്റ്റ് ഫ്ലോറാണിത്. അവിടെയാണ് ഈ സ്ഥിതിയിൽ കാണുന്നത്. അതിൻ്റെ മുകളിലേക്ക് പോയാൽ അവിടെയും കല്ലുകൾ കിടക്കുന്നത് കാണാം. ഇത് വെള്ളത്തിൽ ഒലിച്ചു വന്നതാണ്. ഈ കുത്തൊലിപ്പിൽ ഒലിച്ചു വന്ന വെള്ളങ്ങളും മരക്കഷ്ണങ്ങളും ഒക്കെ അതിൻ്റെ മാലിന്യങ്ങളും എല്ലാം അവിടെ തങ്ങിക്കിട്ടി കിടക്കുകയാണ്. ഇവിടെയുള്ള വീടുകൾ മുഴുവൻ നശിച്ചിരിക്കുന്നു. ഇവിടെ ഇനി വാസയോഗ്യമല്ല. ഇനി എങ്ങനെയാണ് ഇവരെയൊക്കെ പുനരധിവസിപ്പിക്കുക എന്ന ചോദ്യം പ്രധാനമായും നേപ്പാൾ സർക്കാരിൻ്റെ മുന്നിൽ ഉണ്ട് എന്ന് കണക്കാക്കേണ്ടി വരും. ഇവിടെ ഇപ്പോഴും ബന്ധുക്കളെ അന്വേഷിച്ചൊക്കെ ആളുകൾ എത്തുന്നുണ്ട്. പക്ഷേ അവർ ജീവനോടെയുണ്ടോ അതോ ഇതിനോടകം രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നറിയാത്ത നിരവധി ആളുകളെ നമ്മളിവിടെ കണ്ടു. ഇവിടെ ഈ കാണുന്നത് ഒരു കടയാണ് എന്ന് നമ്മൾ തോന്നുകയാണ്. നെല്ലിൻ്റെയൊക്കെ ഈ ധാന്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ നമ്മളിവിടെ കാണുന്നുണ്ട്. ഉള്ളുലയ്ക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. വലിയ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ നേപ്പാൾ സ്വദേശികളുള്ളത്. ഇന്ത്യയുടെ സഹായമുണ്ട്. വിവിധ രാജ്യങ്ങൾ സഹായവുമായി രംഗത്തെത്തുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ ഇവരെ ഒക്കെ ഇനിയും കണ്ടെത്താനുണ്ട്. നൂറുകണക്കിന് ആളുകളെ കണ്ടെത്താനുണ്ട്. ഇപ്പോഴും എത്ര പേരെ കാണാതായി എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരം നേപ്പാൾ സർക്കാരിൻ്റെ പക്കലില്ല. വീടുകൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് വീടുകളാണ് ഈ ഭോട്ടെ-കോശി നദിക്ക് സമീപത്തുണ്ടായിരുന്ന വീടുകൾ മുഴുവൻ നശിച്ചു എന്നതാണ് നമ്മൾ ഇവിടെ നിന്ന് നേരിട്ട് കാണുന്ന കാഴ്ച. ഇവിടെ പലരും എത്തുന്നത് സങ്കട കാഴ്ചയാണ്, ഉള്ളുലയ്ക്കുന്ന കാഴ്ചയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ അനുഭവിക്കുന്നത്. ശരി, നേപ്പാളിലെ ഇപ്പോഴത്തെ തത്സമയ ദൃശ്യങ്ങളാണ്. അക്ഷരാർത്ഥത്തിൽ തകർന്നടിഞ്ഞ ആ ഒരു നാട്, ആ ഒരു ജനത വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഞങ്ങളുടെ ക്യാമറാമാൻ അതുൽ ചന്ദ്രൻ, റിപ്പോർട്ടർ ആദിൽ പാലോടുമാണ് ഈ ഗ്രൗണ്ട് റിയാലിറ്റി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്.